അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും മടവൂർ സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കറാമത്തും തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുരുവട്ടൂരികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മടവൂരിൻ്റെ പേരാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. എന്നാൽ മടവൂര് ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞ വിഷയങ്ങൾ ആദ്യ സമയങ്ങളിൽ അവർ തന്നെ അംഗീകരിച്ചിരുന്നു. പിന്നെ അതിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി, അതൊക്കെ തള്ളിപ്പറഞ്ഞുപോയി. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ എട്ടുകാലി മമ്മുഞ്ഞി എന്ന് വരെ വിളിച്ചുപോയി, ആ കാക്ക എന്ന് വരെ പറഞ്ഞുപോയി. ഇപ്പൊ എന്തായി? ആ വൃത്തത്തിൽ നിന്ന് അവർ പുറത്തുപോയി എന്നല്ലേ അതിൻ്റെ അർത്ഥം? നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാളത്ത് തങ്ങൾ പാപ്പ എന്തുകൊണ്ടാണ് കാന്തപുരം വിഭാഗത്തിൽ ഉറച്ചു നിന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ താജുൽ ഉലമ പറയുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം ഏപ്പിനെ ബാക്കിയുള്ള ആരും കണ്ടിട്ടില്ല. പിന്നെ മൂപ്പര വാക്കാണ് എന്നെ ഇതിൽ ഉറപ്പിച്ചത്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം ഏപ്പിനെയോ വേറെ ആരെയും കണ്ടിട്ടല്ല, മൂപ്പര വാക്കാണ്. മൂപ്പര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഉറച്ചു നിന്നത്. മൂപ്പര് എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? മഹാനായ സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ പറ്റിയിട്ടാണ് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ ഈ പറഞ്ഞത്. ഞാൻ വേറെ ആരെ കണ്ടിട്ടില്ല, രേപ്പിനെ കണ്ടിട്ടും അല്ല, ഒരു ചിത്താരി ഉസ്താദിനെ കണ്ടു, വേറെ ആരെ എം എ കണ്ടിട്ടൊന്നും ആരെ കണ്ടിട്ടും അല്ല. ഞാൻ അതിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം മൂപ്പര വാക്കാണ്. മഹാനായ സി എം വലിയുള്ളയാണ് എന്നോട് പറഞ്ഞത്, ആയതുകൊണ്ടാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കാൻ കാരണം. ഇനി ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുരുവട്ടൂര് കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയുന്നത് കേട്ടോ നിങ്ങള്. കുറച്ചവനെ ആ സ്ഥാപനത്തിനെ ഉയർത്തണേ അല്ലാ, വളർത്തണേ അല്ലാ. ആ സ്ഥാപനത്തിൽ സംശയിച്ചവനും ശൈഖുനായിൽ സംശയിക്കുന്നവനാകേണ്ടി വരും. ഇതാണ് നമ്മളുടെ കോമാട്ടുചാലിൽ അബ്ദുള്ള അഥവാ നൗഷാദ് പറയുന്ന ഷെയ്ഖ്. അയാളാണ് ഇപ്പൊ ഈ പറയുന്നത്, മർക്കസു സഖാഫത്തി സുന്നിയയെ നീ ഉയർത്തണേ അല്ലാ. അതിൽ സംശയിക്കുന്നവർ മഹാനായ സി എം വലിയുല്ലാഹിയിൽ സംശയിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞതല്ല കേട്ടോ, കോമാട്ടുചാലിൽ അബ്ദുള്ളയായ ഈ ഹാഫിദ് ഷെയ്ഖ് എന്ന് പറയുന്ന ഇയാൾ പറഞ്ഞതാ. മർക്കസിൽ സംശയിക്കുന്നവർ മഹാനായ ഷെയ്ഖുനയിൽ സംശയിക്കേണ്ടി വരും. ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ എ പി ഉസ്താദിനല്ല പറഞ്ഞത്, ഷെയ്ഖുന താജുൽ ഉലമേനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഷെയ്ഖുനയിൽ സംശയിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ മടവൂരിൽ സംശയിക്കേണ്ടി വരും. ബാക്കി പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ശൈഖുന കാട് പിടിച്ച് കിടക്കുന്ന ആ സ്ഥലത്ത് ചെന്ന് ശൈഖുന അവിടെ സുജൂദിൽ കിടന്നു. പലരും ശൈഖുനാനോട് ചോദിച്ചു, എന്തിനാണ് ഈ കാട്ടിലും മലയിലൊക്കെ സുജൂദ്? ശൈഖുനായുടെ മറുപടി, അല്ലാഹു ആദരിച്ച ഭൂമി എന്നാൽ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാതിരിക്കും? എത്ര മനോഹരമായ വാക്കാണത്. മഹാനായ മടവൂര് സി എം വലിയുല്ലാഹി തങ്ങള് കാടും മലയൊക്കെ കണ്ടാൽ ചിലപ്പോൾ അവിടെ സുജൂദ് ചെയ്യും. അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സുജൂദ് ചെയ്യണത്? അപ്പോൾ അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച ഭൂമി കണ്ടാൽ, ഭാഗങ്ങൾ കണ്ടാൽ, ഭൂമിയിലുള്ള ഭാഗങ്ങൾ കണ്ടാൽ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാതിരിക്കും? അപ്പോൾ മർക്കസു സഖാഫത്തി സുന്നിയ നിൽക്കുന്ന ആ ഭൂമിയിൽ അത്രയും ബറക്കത്തുണ്ട്, ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ സുജൂദ് ചെയ്തത് എന്നാണ് മടവൂർ സി എം വലിയുല്ലാഹിയുടെ വാദം. അത് തന്നെയാണ് കോമാട്ടുചാലിൽ അബ്ദു പറഞ്ഞുകൊണ്ട് നടന്നിരുന്നതും. ബാക്കി പറയട്ടെ.
ഹുസൈനാജി ഞാൻ ഹിഫ്ള് പഠിക്കുന്ന കാലം മോഴിക്കൽ ഹുസൈനാജി. ഇനി പറയാൻ പോകുന്നത് ഇയാള് ഹിഫ്ളില് മർക്കസിൽ പഠിച്ചിരുന്ന കാലം, ആ കാലഘട്ടത്തിൽ മൊയ്ക്കൽ ഹുസൈനാജിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ഒന്ന് കേൾക്കുക. ഞാൻ കുന്നമംഗലത്ത് നിന്ന് മർക്കസിലേക്ക് നടന്നു വരുമ്പം ഒരിക്കൽ അപ്പൊ ഇയാള് ഹിഫ്ള് പഠിച്ചത് മർക്കസിൽ നിന്നാണെന്നുള്ള കാര്യം ഉറപ്പായി. കുന്നമംഗലത്ത് നിന്ന് മർക്കസിലേക്ക് നടന്നു പോകുന്ന കാലം എന്നാ. അപ്പൊ ഇയാള് ഹിഫ്ള് പഠിച്ചത് മർക്കസിൽ നിന്നാണെന്നുള്ള കാര്യം ഉറപ്പായി, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നല്ല. ഇയാൾ ഇതിന്റെ അടിയിൽ നിന്ന് മുന്നേ കുറച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ഹിഫ്ള് പഠിച്ചത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ടാണ് എന്ന് ഇതിന്റെ മുന്നിലൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പൊ ശരിക്കും പറയുന്നുണ്ട്, പഠിച്ച കോളേജ് അന്ന് പറഞ്ഞിരുന്നു ഉമ്മാന്റെ ഗർഭപാത്രം എന്നായിരുന്നു. ഇപ്പൊ ഹിഫ്ള് പഠിച്ചത് മർക്കസാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും ആവട്ടെ, ആ പറയട്ടെ. കുന്നമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്ന് മർക്കസിലേക്ക് എന്റെ കൂടെ കയ്യും പിടിച്ച് നടന്നു വരുന്ന വഴിക്ക് മർക്കസിന്റെ ഒരുപാട് ശൈഖുനായുടെ കൂടെ അനുഭവം മഹാൻ പറഞ്ഞു തന്നു. ഹുസൈനാജി എന്ന് ഖബറിലാണ്. ശൈഖുനായോടുള്ള ഇഷ്കയായി ജീവിച്ച അവരെ ഖബർ ശൈഖുനാന്റെ സുഹബത്തുള്ള ഖബറാക്കി ഉയർത്തണേ അല്ലാഹ്. അന്ന് ഹുസൈനാജി പറഞ്ഞു, ശൈഖുന സുജൂദിലായി കിടക്കുന്ന കാലം ഒരുപാട് നേരം ഞാനെങ്ങാനും സുജൂദിൽ പരിധി വിട്ട് കടന്നുപോയാൽ എന്റെ ഇടതേ ഭാഗത്ത് ഊരന്റെ ഭാഗത്ത് എന്ത് ചെയ്യണം, തട്ടണം. അപ്പൊ ഞാൻ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കും. ശൈഖുന അങ്ങനെ സുജൂദിൽ കിടന്നിട്ട് തട്ടേണ്ടി വന്ന സ്ഥലം വളരെ ചുരുക്കമുള്ളൂ. അതിലൊരു സ്ഥലം വന്ന് മർക്കസിന്റെ പ്രധാനപ്പെട്ട ഏതോ ഒരു സ്ഥലത്ത് ശൈഖുന സുജൂദിൽ തന്നെ കിടക്കുന്നു, എഴുന്നേൽക്കുന്നില്ല. ഇതൊക്കെ ഇപ്പോ ഹാഫിദിനോടൊപ്പമുള്ള ആളുകൾ കേട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രോമാഞ്ചം പിടിക്കുകയാണ്. കാരണം മഹാനായ മടവൂര് CM വലിയുള്ളാഹിയുടെ അന്നത്തെ വാക്കുകൾ, മഹാനായ മടവൂര് CM വലിയുള്ളാഹിയുടെ അന്നത്തെ പെരുമാറ്റങ്ങൾ, മഹാനായ CM വലിയുള്ളാഹി സുജൂദ് ചെയ്ത് അങ്ങനെ എണീക്കുന്നില്ല എന്ന് കണ്ടാൽ എന്നെ ഇടതുവശത്ത് തട്ടിയിട്ട് എണീപ്പിക്കണം. അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ വളരെ ദുർലഭമാണ്, ചെറുതാണ്. എന്നാൽ വലിയ ഒരു സ്ഥാനത്ത് വലിയ സുജൂദിൽ നീണ്ടു നിന്ന് സുജൂദ് ചെയ്തിട്ടുണ്ട് മർക്കസിന്റെ ഏതോ ഒരു ഭാഗത്ത്. അത്രയും സ്ഥാനം മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് കൊണ്ടു നടക്കുന്ന മർക്കസിനും ആ മർക്കസിന്റെ പരിസരത്തിനും മഹാനായ മടവൂര് CM വലിയുള്ളാഹി തങ്ങളെ കൊണ്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ആരാ പറയണത്? നമ്മൾ പറയല്ല, കോമാട്ടുചാലിൽ അബ്ദുള്ള പറയുന്നതാണ്. ഞങ്ങളിപ്പോ കേട്ട് ബാക്കി കൂടി പറയട്ടെ. തട്ടിയപ്പോഴാണ് പിന്നെ ശൈഖുന സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. വലിയ ശറഫുള്ള സ്ഥലം, അള്ളാഹ് ബഹുമാനിച്ച സ്ഥലമാണ്. അന്ന് ശൈഖുന പറഞ്ഞു, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, അവിടുത്തെ വഫാത്ത് കഴിഞ്ഞു. 10-40 വർഷം മുമ്പാണ് ഈ സംഭവമൊക്കെ നടക്കുന്നതെങ്കിലല്ല, അതിന്റെയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് നടക്കുന്നതെങ്കിൽ ഇന്നും ഇന്നലെയും നടന്ന സംഗതിയല്ല പറയുന്നത് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് 10-40 വർഷങ്ങൾക്ക് അതിൻ്റെയും ഒരുപാട് മുമ്പ് നടന്ന സംഗതി. മടവൂര് CM വലിയുള്ളാഹിയും സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയുമായി കൊണ്ടുള്ള ബന്ധം, അതാണ് ഈ പറയുന്നത് കേട്ടോ. ബാക്കി പറയട്ടെ. വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നത് ശൈഖുന കാണുകയാണ്. ആ സ്ഥാപനത്തിന്റെ വലിയ മഹത്വം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ ഷാറുകൾ ആ സ്ഥാപനത്തിലെത്തൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതുകൊണ്ടായിരിക്കണം ശൈഖുന വലിയ ശറഫുള്ള ഭൂമി എന്ന് അന്ന് പറഞ്ഞത്. ഇനിയും ശൈഖുനാന്റെ സുജൂദിന്റെ പൊരുൾ തിരിയാനുണ്ടാകും. എന്തേ പറഞ്ഞത്? മഹാനായ CM വലിയുള്ളാഹി അത്രമാത്രം സ്ഥാനം അവിടെ കൊടുക്കാനുള്ള കാരണം ചിലപ്പോൾ ഷഅർ മുബാറക് അവിടെ വരുന്ന വിവരം മഹാനായ CM വലിയുള്ളാഹിക്ക് അറിയും. ആ അറിഞ്ഞത് കൊണ്ട് തന്നെ അള്ളാഹു തആല അറിയിച്ചു കൊടുക്കാലോ. ഔലിയാക്കന്മാരല്ലേ, അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കാലോ. ആ അറിഞ്ഞത് കൊണ്ട് തന്നെ ആയിരിക്കാം മഹാനായ മടവൂര് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ ആ ഭൂമിക്ക് അത്രയും പവിത്രത നൽകിയത്, സ്ഥാനം നൽകിയത്. ആരാ പറയണത്? കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ് ഈ പ്രസംഗിക്കുന്നത്. അപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ സ്ഥാനവും കാന്തപുരം ഉസ്താദിന് ഇത്ര വലിയ പവർ ലഭിച്ചതും കാന്തപുരം ഉസ്താദിന്റെ മർക്കസിന്റെ പവറുകളും ഒക്കെ സ്ഥാനങ്ങളും ഒക്കെ പറഞ്ഞത് ഇപ്പം ആരാണ്?
നമ്മുടെ കോമാട്ടുചാലിൽ അബ്ദുള്ള അഥവാ ഇവർ ഈ പറയുന്ന ഹാഫിദ് ഉസ്താദി എന്ന് പറയുന്ന ആൾ നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് പറയട്ടോ, ഇയാൾ ഈ സംഘടനയിൽ ഉണ്ടായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ പ്രസംഗിച്ചിരുന്ന പ്രസംഗമാണിത്. അന്ന് മടവൂർ CM വലിയുള്ളാഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ടും പറയുന്നു. ഇത് ആരെ കളവാക്കലാണ്, ഇത് ആരെ കൊച്ചാക്കലാണ്? കാന്തപുരത്തിനാണോ? അല്ല. ഉള്ളാളം തങ്ങളെയാണോ? അല്ല. ഇത് പരിഹസിക്കുന്നത് ആരെയാണ്? മഹാനായ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെയല്ലേ കാണിക്കുന്നത്? മഹാനവറുകൾ അക്കാലഘട്ടത്തിൽ ചെയ്ത സംഭവം എടുത്തുദ്ധരിച്ചിട്ട് പിന്നെ സംഘടനാ വിരുദ്ധമായി കൊണ്ട് ഈ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ അടുത്തും ആ അദ്ദുവിൻ്റെ കൂട്ടുകാരടുത്തൊന്നും ഉണ്ടായപ്പോൾ സംഘടനയുടെ ഒരു സംഘടനക്കൊരു തീരുമാനങ്ങൾ ഉണ്ടാവും. എടുത്തു പുറത്താക്കിയതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് മടവൂർ ശൈഖുന പോയത്തക്കാരനാവുന്നത്? അതാണ് നമ്മുടെ സംശയം. ഇവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഇതുള്ള കാര്യമല്ല. സംഘടനയിൽ നിന്ന് പുറത്താക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ മുള്ളൂർക്കര മുഹമ്മദ് അലി സത്താഫി എത്രയോ പ്രഭാഷണങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ട് നടക്കുന്ന ആളാണ്. എത്ര പ്രാവശ്യം സംഘടനയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പരസ്യമായിട്ട് പറഞ്ഞ് പല കാര്യങ്ങളുണ്ട്. പക്ഷേ മുള്ളൂർക്കര മുഹമ്മദ് അലി സത്താഫി ഒരു പോലും സംഘടനയ്ക്കെതിരായിട്ട് പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ആ വിഷയം മൂപ്പരാണ് നിർത്തലോടുകൂടെ പിന്നെയും സംഘടനയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് അങ്ങനെ സംഭവിക്കുക. കാരണം വിരുദ്ധമായ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പ്രസ്ഥാനത്തിൽ വെക്കൂല. അവർ കൂട്ടിച്ചേരുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക രംഗങ്ങളിൽ നിന്നൊക്കെ ഓരോ മാറ്റി നിർത്തും. ഔദ്യോഗിക പരിപാടി നടക്കുകയാണെങ്കിൽ ആ പരിപാടിയിലേക്ക് ഔദ്യോഗികമായിട്ട് ഓരോ ക്ഷണിക്കൂല. അങ്ങനെ തന്നെയാണ് സംഘടനേണ്ടത്. എന്നിട്ട് ഇങ്ങനെ വന്നപ്പോൾ എങ്ങനെ പിന്നെ ഈ സുൽത്താനുൽ ഉലമ ഉസ്താദിനെയും താജുൽ ഉലമയും കൊണ്ടു നടന്ന ഈ മർക്കസിനെ ഇത്രമാത്രം പുകഴ്ത്തി പറഞ്ഞ മടവൂർ CM വലിയുള്ളാഹി പിന്നെ എങ്ങനെ മോശക്കാരനാണ്? ഇവരുടെ സംസാരത്തിൽ അങ്ങനെയാണല്ലോ വരുന്നത്. ഇനി നോക്കിങ്ങൾ, ഇനി താജുൽ ഉലമയെയും ശൈഖുന സുൽത്താനുൽ ഉലമയെയും ഒക്കെ പൊക്കിയിട്ട് പറഞ്ഞ് പ്രസംഗിച്ച പ്രസംഗമാണ് ഇതൊക്കെ. എന്നാൽ തെറ്റിപ്പോയതിന് ശേഷം പറയുന്നു ഒന്ന് കേട്ടോക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ. മുഖവും നിങ്ങളേതാ ജാതിയെന്നും നമ്മൾ വയലൊന്നും പറയേണ്ടി വരില്ല, ഐശ്വര്യ വിശദീകരിക്കേണ്ടി ഒന്നും വരില്ല, നാട്ടുകാർക്ക് മനസ്സിലാവൂത്. പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ, ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ. ജനങ്ങൾക്ക് തിരിഞ്ഞു കഴിഞ്ഞു. ഒറ്റ മനുഷ്യനില്ലാതെ തിരിഞ്ഞു കഴിഞ്ഞു. പറയട്ടെ, ബാക്കി പറയട്ടെ. നിങ്ങൾ വിചാരിക്കുന്നതാ തൊള്ളേ കൂടി വരിക, നിങ്ങളെ ഉള്ളിലുള്ളത് ഈ പുറത്തേക്ക് വരിക. അല്ലാണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്നെ വയലറിയണമെന്ന് പോയിട്ട് വയലറിയാനൊന്നും കഴിയൂല. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയന്നെയും. നമ്മൾ എന്ത് പ്രസംഗിക്കണം എന്നുള്ളത് ഓനാഞ്ഞ് തീരുമാനിക്കുക. കോമാട്ടുചാലിൽ അബ്ദുള്ളഞ്ഞ് തീരുമാനിക്കുക. അത് നമ്മളങ്ങോട്ട് പറയും. നമ്മൾ എഴുതിണ്ടാക്കി പഠിച്ചുണ്ടാക്കി കിതാബോക്കി പോയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്ത് പറയണം എന്നുള്ള ഓനാണ് തീരുമാനിച്ചു, അതാണ് പറയുന്നത്. വല്ലാത്തൊരു പൂതി തന്നെയാണ് എൻ്റെ പൂതി കേട്ടോ. എൻ്റെ പൂതി വല്ലാത്ത പൂതി തന്നെ. അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നുമില്ല. ഞങ്ങളതിന് പ്രത്യേകിച്ച് കുഞ്ഞോ എൻ്റെ ടീമിന് ഒന്നും പറയാൻ നിൽക്കലില്ല. ഞങ്ങളെ നേതാക്കന്മാരാരും പറയലില്ല. ഞങ്ങളിതിങ്ങനെ കേൾക്കുമ്പോൾ പറയലുണ്ട് എന്നല്ലാതെ. നിങ്ങളിങ്ങനെ ഓരോ എന്തൊക്കെ വിചാരിച്ചായി പോയി ഉള്ളാളത്തേക്ക് എന്നിട്ട് എന്തൊക്കെ വിളിച്ച് പറഞ്ഞു പോന്നേ. ഉള്ളാളത്ത് മഹാന്മാരുടെ ചരിത്രം പറഞ്ഞു, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കാര്യങ്ങളും പറഞ്ഞു. വേറെ എന്തേ പറഞ്ഞു? ഉള്ളാളത്ത് മഹാനായ സയ്യിദ് മദനി തങ്ങളെ മക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പെന്ന ഇവൻ വെല്ലുവിളിക്കണേ ഔലിയ. ഇവൻ വെല്ലുവിളിക്കുന്നത് എന്ന് പറഞ്ഞത് ആരെയോ? സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയാണ്. ഈ ഹഴവാനി പറഞ്ഞത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയാണ് ഈ പറയുന്നത്. നാവ് നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. ഉളുപ്പുണ്ടോ ഇങ്ങനത്തെ വാക്കുകൾ? മഹാന്മാരെ ഹദ്റത്ത് പോയിട്ട് പറയല. ഇതേതോ ചെറിയ മൊയ്ലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ? ഉറക്ക വിളിച്ചു പറയല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയിട്ട് തന്തായില്ലേ?
ഇത് മൂല്യരുട്ടിയൊന്നും അല്ലല്ലോ പറയണത്. പൊന്നാര ചക്ക മോനെ അദ്വോ, കാന്തപുരം ഉസ്താദ് എന്ത് പറയണമെന്നുള്ളത് എൻ്റെ ഒരു തീരുമാനത്തിനൊന്നും വേണ്ട. കാന്തപുരം ഉസ്താദിൻ്റെ ഒരു രോമാകാൻ ഇജു ആയിട്ടില്ല, എൻ്റെ കൂട്ടക്കാരും ആയിട്ടില്ല. കാന്തപുരം ഉസ്താദിൻ്റെ ഒരു രോമാകാൻ, അത് മനസ്സിലായിക്കൊണ്ടി. അതാണ് കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയതാണ്. അന്നക്കോ പിന്നെ നൗഷാദും കുഞ്ഞേമും പമ്പേസും ഉയർത്തിക്കൊണ്ട് കിടക്കുകയാണ്. ഇതങ്ങനല്ല, ഇത് അള്ളാഹു ഉയർത്തിയതാണ്. അള്ളാഹു ഉയർത്തിയ ആളെ ഇനി എത്ര കെട്ടി പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾ കേട്ടില്ലേ? ഇപ്പോൾ ഇതാരെ പറയണത്? സുൽത്താനുൽ ഉലമയെ. ആദ്യം പറഞ്ഞത് ആരെയാണ്? സുൽത്താനുൽ ഉലമ. രണ്ടും ഒന്ന് തന്നെ. രണ്ടും അത് ആദ്യം പറഞ്ഞത് മദ്ഹായിരുന്നു, ഇപ്പോൾ പറഞ്ഞത് ദമ്മാണ്. എന്താ അങ്ങനെ? ആദ്യം സംഘടനയിലുണ്ടായിരുന്നു, സംഘടനയ്ക്ക് വിരുദ്ധമായി കൊണ്ട് പല കാര്യങ്ങളും വന്നപ്പോൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എന്ത് ചെയ്തു? AP ഉസ്താദ് അതിനെ പറ്റി ഒന്നും മുണ്ടിയില്ല. AP ഉസ്താദ് അല്ല പുറത്താക്കുന്നത്. പുറത്താക്കാൻ പറഞ്ഞ സംഘടന ആൾക്കാരാണ്. അന്ന് സംഘടനയുടെ SYSയുടെ പ്രസിഡന്റ് ആരാണ്? പൊന്മൾ ഉസ്താദാണ്. സെക്രട്ടറി ആരാണ്? പേരോട് ഉസ്താദാണ്. അപ്പോൾ ഓല് ഇവരിൽ നിന്ന് പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓല് പുറത്താക്കും. സംഘടനാ നേതൃത്വം അങ്ങനല്ലേ. അതുകൊണ്ടാണ് ഇവർ എവിടെ ചെന്നാലും പൊന്മള പേരോട് പൊന്മള പേരോട് പൊന്മള പേരോട് പൊന്മള പേരോട് പൊന്മള പേരോട് എന്ന് പറയുന്നത്. കാരണം ഇവരെടുത്ത് എറിഞ്ഞത് ഒല്ല ഉണ്ടാവുക. ഇവര് കരുതീനും എന്തായിരുന്നു അറിയാം? ഈ സംഘടനയിലൊന്ന് വല്യാപ്പാകാൻ കരുതീനും. അതിൻ്റെ ചരിത്രം വേറൊരു പാടുണ്ട്. അതാണ് വൈലത്തൂർ തങ്ങളെ കയ്യിലാക്കിയാണ്ട്, അന്ന് വൈലത്തൂർ തങ്ങൾ ഉള്ളാളെന്ന തങ്ങൾ പാപ്പാൻ്റെ വലിയ ഒരു മൊഹിബായിരുന്നു. അപ്പോൾ വൈലത്തൂർ തങ്ങൾ പാപ്പാനെ കയ്യിലാക്കിയാണ്ട് സമസ്തൻ്റെ മുഷാവറയിലേക്ക് കോമാടനെ കയറ്റാൻ വേണ്ടി കൊണ്ടുള്ളൊരു ചർച്ച ഒക്കെ ഉണ്ടായിരുന്നു. ആരടുത്ത്? നൗഷാദിൻ്റെ അടുത്ത്. നൗഷാദിൻ്റെ അടുത്ത് മാത്രമൊന്നുമല്ല, ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ള പല പ്രഭാഷകരും ഉണ്ടായിരുന്നു. അതിൽ ഇന്ന് നമ്മളിലുള്ള പല പ്രഭാഷകരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അന്നത് മനസ്സിലായില്ല. ഇപ്പം അവരൊക്കെ മനസ്സിലാക്കി നമ്മളുടെ പ്രസ്ഥാനത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയും കോളേജുകളും മറ്റൊക്കെ അവർ കൊണ്ടുനടക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വലിയ രഹസ്യങ്ങൾ കഴിഞ്ഞു പോയി കൂട്ടരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സുൽത്താനുൽ ഉലമയുടെ കറാമത്ത് കൊണ്ട് സുന്നത്തെ ജമാഅത്തിനെ സംരക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് തീർത്തും പറയാം. മഹാനായ CM വലിയുള്ളാഹിയുടെ കറാമത്ത് കൊണ്ടും താജുൽ ഉലമയുടെ കറാമത്ത് കൊണ്ടും സുൽത്താനുൽ ഉലമയുടെ കറാമത്ത് കൊണ്ടും ഇതുപോലെ പണ്ഡിതന്മാരുടെ കറാമത്തുകളെ കൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ അവിടെ കാത്ത് സംരക്ഷിച്ചു. അതല്ലെങ്കിൽ ഈ ഇത്രയും തെറി കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരെങ്ങാനും ഇതിൻ്റെ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രസ്ഥാനം ആകെ നാറി ആകെ വിരകുമായിരുന്നു. പക്ഷേ റബ്ബ് കാത്തു. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.